എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രദറൻ സഭ സുവിശേഷകനാണ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. ഏതാണ്ട് 50-ലധികം വർഷങ്ങളായി സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് ഈ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറിനെ അറിയാം. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയിട്ടുണ്ട്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവ സാക്ഷ്യം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അത് ഈ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുവാനായിട്ട് എനിക്കിടയായി തീർന്നു. വളരെ പരിമിതമായ സ്ഥലത്ത് നിന്ന്, സാഹചര്യത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വന്നയാളാണ് ബ്രദർ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. അദ്ദേഹത്തിൻ്റെ അനുഭവസാക്ഷ്യം തീർച്ചയായും നമ്മൾക്ക് വലിയ ഒരു പ്രചോദനമാണ്. എന്നാൽ ഈ 50 വർഷത്തെ തൻ്റെ സുവിശേഷ വേലയിൽ നിരവധി സഭകൾ, പ്രത്യേകിച്ച് ഇടുക്കി ഭാഗങ്ങളിൽ, മലബാർ മേഖലകളിലൊക്കെ നിരവധി സഭകൾ സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ ചർച്ച് ബിൽഡിംഗ് പണിയുന്നതിനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തനിക്ക് സുവിശേഷ വേലയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനം അത് പൂർണ്ണമായും തന്നെ സുവിശേഷ വേലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ബ്രദർ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറിൻ്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിൽ വളരെ ദീർഘനാളുകൾ അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞുമോൻ സാറിനെതിരെ ചില വീഡിയോകൾ കാണുവാനായിട്ടിടയായി തീർന്നു. അതിൽ ചില ആളുകൾ അദ്ദേഹത്തെ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ കുഞ്ഞുമോൻ സാറ് പെന്തക്കോസ്തുകാരനല്ല, അദ്ദേഹം ഒരു ബ്രദറൻ സഭ വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഏതാണ്ട് 5 മിനിറ്റും 34 സെക്കൻഡുള്ള ഒരു വീഡിയോ, ആ വീഡിയോയിൽ നിന്ന് ഏതാണ്ട് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് ആളുകൾ പ്രചരിപ്പിച്ചു. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ആയി പ്രചരിപ്പിച്ചു. പല യൂട്യൂബർമാർ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തു. ശരിക്കും വാസ്തവത്തിൽ ആ വീഡിയോയുടെ മുഴുവൻ രൂപം നമ്മൾ ഒന്ന് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 10 കക്കൂസുകൾ ഉണ്ട് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്, അദ്ദേഹം 50 ലക്ഷം രൂപയുള്ള വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ 2 കാര്യവും സത്യമായ കാര്യമാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സുവിശേഷകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അനുശോചന പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു സദുദ്ദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ: സാധാരണക്കാരായ ഒരുപാട് സുവിശേഷകന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് അർഹതപ്പെട്ട ഒരു പരിഗണന ലഭിക്കുന്നില്ല. സാമ്പത്തികപരമായി അവർ വളരെ പുറകിലാണ് നിൽക്കുന്നത്. നിങ്ങളിതൊന്ന് കേട്ടു നോക്കുക. ഇവിടെ നിൽക്കുന്ന ആരെക്കാളും ചാരിതാർത്ഥ്യത്തോടു കൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യകാലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗകനായിരുന്നു. അന്ന് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. പിന്നീട് ഞാൻ ചർച്ച് പ്ലാന്റിങ്ങിലേക്ക് തിരിഞ്ഞ് മലബാറിലും ഇടുക്കിയിലും കുറേ സഭകൾ സ്ഥാപിക്കാൻ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ അയൽ സഭക്കാരുടെ ഉപദ്രവം, നാട്ടുകാരുടെ ഉപദ്രവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ നമ്മുടെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഞാന് ആരോ പറഞ്ഞറിഞ്ഞു, ആന്ധ്രയിൽ ഫലകരമായി പ്രവർത്തിക്കുന്ന സഭാസ്ഥാപനം നടത്തുന്ന ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ ചിലരോട് ചോദിച്ചു, ഈ ഫെർണാണ്ടസ് എങ്ങനെയുണ്ട്, എന്താ പ്രവർത്തനം?
അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു അയ്യോ പോകരുത്, പ്രശ്നമാണ്, പുള്ളി ശരിയല്ല. എന്നാൽ തൃശ്ശൂരുള്ള MA ജോയിച്ചായൻ, ചാൾസ് ജോണ്, കൊല്ലം PV തമ്പി, KA ഫിലിപ്പ് സാർ, അവരൊക്കെ എന്നോട് പറഞ്ഞു മിനിമം പോകണം, നല്ല സഹോദരനാണ്, അയാളോട് ആളുകൾക്കൊരു താല്പര്യമില്ലാത്ത കളർ മോശമായതുകൊണ്ടാണ്, കളർ ഇല്ലാത്തതുകൊണ്ടാണ്. വെളുത്തതായിരുന്നെങ്കിൽ ഭയങ്കര സ്വീകരണം ഉണ്ടാകുമായിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പോയി 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യമൊക്കെ എല്ലായിടത്തും പോകാൻ പറ്റിയില്ല, രണ്ടാമത് പോയി. ഞാനവിടെ ചെല്ലുമ്പോൾ 53 സഭകളുണ്ട്. ഞാൻ ഇടുക്കിയിൽ എങ്ങനെ മലകളിൽ പ്രവർത്തിക്കുന്നു അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കട്ടിയായിട്ട്. ഈ അദ്ദേഹം പോകുന്ന ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. സൈക്കിൾ പോലും അവിടെ ചെല്ലത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വഴിയില്ലാത്ത സ്ഥലത്തൂടെ പോയാൽ എങ്ങനെയാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞത് വഴിയില്ലാത്തത് വളരെ നല്ലതാണ്, വഴി ഉണ്ടായിപ്പോയാൽ മറ്റവന്മാർ ഇതിലേ വരും. സുവിശേഷ വിരോധികൾ, വർഗീയവാദികൾ അറിയാമല്ലോ, അവര് വരും. ഈ വഴിയില്ലാത്തതുകൊണ്ടാണ് അവർ വരാത്തത്, അതുകൊണ്ടാണ് നമ്മുടെ വർക്ക് വിജയിക്കുന്നത്. എന്തൊരു ബുദ്ധിയാണ്. ഞാൻ ആ സ്ഥലങ്ങളിലെ സഭകളിലെ മിക്ക സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം, അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ശീതകാലത്തിന് മുമ്പേ വരിക. പൗലോസ് പറഞ്ഞല്ലോ നിങ്ങൾ ശീതകാലത്തിന് മുമ്പേ വരണമെന്ന്. അപ്പോൾ ആന്ധ്രയിലേക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലണം എന്നാണ് പുസ്തകത്തിൽ എഴുതിയത്. അതിന്റെ ഫലമായിട്ട് കേരളത്തിലുള്ള പല സ്ഥലത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ചെല്ലാൻ ഇടയായി. അദ്ദേഹത്തിനെ അതെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ കോട്ടയം ഭാഗത്തുള്ള സഭകളിലൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. പുതുപ്പള്ളി, കോട്ടയം, വാക്കാട്ടൂര്, പാമ്പാടി, ഇങ്ങനെയുള്ള സഭകളിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ച് ഞാനാണ്. അത് വലിയ ഗുണമായി. ഇപ്പൊ ഈ ഫ്യൂണറൽ സർവീസിന്റെ കാര്യങ്ങളിലൊക്കെ നല്ലൊരു പങ്ക് വഹിക്കുന്ന പുതുപ്പള്ളി സഭയാണ്. തീർച്ചയായിട്ടും അവരെ നമ്മൾ അനുമോദിക്കണം. തീർച്ചയായിട്ടും ഇത്രയും നാളും കർത്താവിന്റെ വേല ഫലകരമായി ചെയ്ത ഈ ദേവദാസൻ ആരുമില്ലാത്തവനല്ല. ദൈവമക്കളുടെ ഭയങ്കര സ്നേഹവും ഉണ്ട്. ഒന്നും പേടിക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും ദൈവമക്കളെല്ലാം ഉണ്ടായിരിക്കും. നീ എനിക്കാരും ഇല്ലല്ലോ എന്നൊന്നും വിചാരിച്ച് കളയരുത്. നമ്മൾ പോണം, ആന്ധ്രയ്ക്ക് പോണം, സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ല ബാത്റൂം പോലും അവിടെ ഇല്ല പ്രിയപ്പെട്ടവരെ. എന്റെ വീട്ടിൽ എനിക്ക് 10 ബാത്റൂമുണ്ട്. എന്റെ വീട്ടില് 10 ബാത്റൂമുണ്ട്. 50 ലക്ഷം രൂപയുടെ കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു പഴയ ജീപ്പ്, ഒരു ബാത്റൂം സൗകര്യമില്ല. ഇപ്പൊ ആ ജീപ്പും ഇല്ല. ഒറ്റ കാര്യം, കറുത്തതായിപ്പോയി. സൈമൺ സാർ പ്രവർത്തിച്ചതിനേക്കാൾ അധികം ഈ ദേവദാസം പ്രവർത്തിച്ചിട്ടുണ്ട്. എളിയവരെ ആദരിക്കുക. ഏതായാലും ഈ സമയത്തെങ്കിലും നിങ്ങൾ വന്നതിൽ എല്ലാവരോടും വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. ഇത് തുടരണം, പോകണം, സപ്പോർട്ട് ചെയ്യണം, അല്ലേ? കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഞാൻ എഴുതിയ പുസ്തകം താല്പര്യമുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന് അത് തന്നെ ചെയ്യാറില്ല. ആവശ്യമുള്ളവർ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. ദൈവനാമം എഴുത്തപ്പെടുമാറ്. താങ്ക് യു. വീഡിയോയിൽ ഈ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറ് പറയുന്നത് ഈ ആന്ധ്രയിൽ മരണപ്പെട്ട ഒരു സുവിശേഷകനെ കുറിച്ചാണ്. ഈ സുവിശേഷകന് വേണ്ടി താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. 2, ഈ ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് ബ്രദറൻ സഭകളിൽ ഉള്ള ജാതീയ ചിന്തകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. കാരണം
കറുത്തവനെന്നും വെളുത്തവനും എന്നുമുള്ള വിഭാഗീയത ബ്രദറൻ സഭയിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അല്പം കളറ് കുറവായിരുന്നത് കൊണ്ട് പല ആളുകളും അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നുള്ളൊരു ആരോപണവും അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്നത് ബ്രദറൻ സഭയിലെ ജാതി ചിന്തകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ സുവിശേഷകന്മാരെ സഹായിക്കാൻ ആളുകൾ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഈ സുവിശേഷകൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മൾ സഹായിക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂട്ടായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഈ സുവിശേഷകന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ കൊണ്ടുപോയി പല സഭകളിലും പരിചയപ്പെടുത്തി. എന്നാൽ ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു ചെറിയ ഭാഗം അതെടുത്ത് യൂട്യൂബിൽ പ്രചരിപ്പിക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 10 കക്കൂസുണ്ട്. അതായത് ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം പല സുവിശേഷകന്മാരെ എനിക്കറിയാം, പലരുടെയും വീടുകൾ നല്ല വലിയ വീടുകളുള്ളവരുണ്ട്. എന്തിനാണ് ഈ 10 കക്കൂസ് എന്നും കൂടെ ആദ്യം ചിന്തിക്കണം. കാരണം ഇവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഈ ഭവനങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. ഗസ്റ്റ് റൂമുകൾ പലതും പണിതിട്ടിട്ടുണ്ട്. എനിക്കറിയാം ചില ദൈവദാസന്മാർ, ചില സുവിശേഷ തൽപരരായിട്ടുള്ള ആളുകൾ അവരുടെ ഭവനത്തോട് ചേർന്ന് അവർ ചെറിയ ചെറിയ റൂമുകൾ പണിതിട്ടിട്ടുണ്ട്. സുവിശേഷകന്മാരോ അല്ലെങ്കിൽ വിശ്വാസികളോ ഒക്കെ വന്ന് താമസിക്കാനും അതോടൊപ്പം തന്നെ ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും. കാരണം ഒരു 100 പേര് 200 പേരടങ്ങുന്ന ഒരു ചെറിയ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ കോൺഫറൻസുകളോ അല്ലെങ്കിൽ ഫാമിലി കോൺഫറൻസുകളോ യൂത്ത് ക്യാമ്പുകളൊക്കെ നടത്താൻ വേണ്ടിയാണ് പലപ്പോഴും ഈ സുവിശേഷകന്മാരുടെ ഭവനത്തോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങൾ അതുപോലെ റൂമുകളൊക്കെ പണിതിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി ആളുകൾ വന്ന് താമസിക്കും. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ വേണം. ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും വന്ന് താമസിക്കുന്നത്. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പലപ്പോഴും ഇവരുടെയൊക്കെ വീടുകളിൽ വന്ന് താമസിക്കുകയും സുവിശേഷം കേൾക്കുകയും അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഒരു സുവിശേഷകനെ ഇത്രയും തേജോവധം ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല. തൻ്റെ ജീവിതകാലത്ത് ഏതാണ്ട് 50 വർഷത്തോളമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ ഇടുക്കിയിലെ ഈ മലയോര മേഖലയിലൊക്കെ നടന്ന് ഒരു സഞ്ചിയും തൂക്കി, അതായത് സുവിശേഷകന്മാർക്ക് ഒരു തോൾ സഞ്ചിയുണ്ട് തോളത്തിരുന്ന്, അതും കയ്യിൽ പിടിച്ച് അതിൽ നിറച്ച ട്രാക്റ്റുമായി ഇദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പറയുന്നത് ആരംഭകാലത്ത് സുവിശേഷ പ്രവർത്തന സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാൻ കാശില്ലാത്തത് കൊണ്ട് അത് ചിലപ്പോൾ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ചെറിയ കടിയോ കഴിച്ച് അന്നത്തെ ദിവസം തള്ളി നീക്കും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ ഈ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറ് പ്രവർത്തിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നീട് ഓരോ വ്യക്തികൾ അവർ സാമ്പത്തികമായി വളരുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കാരണങ്ങളുണ്ട്. ഒന്ന്, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. മക്കൾ വിദ്യാഭ്യാസം ലഭിച്ചതോടുകൂടി അവർ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവ് ശരിയാണ്, ഏതാണ്ട് ഒരു 70 വയസ്സിന് മേളിൽ, ഏതാണ്ട് ഒരു 75 വയസ്സ് അടുത്ത് പ്രായമുണ്ട് ഈ കുഞ്ഞുമോൻ സാറിന്. അപ്പം ഈ കാലഘട്ടങ്ങളിൽ തൻ്റെ മക്കൾ പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി അവർ അവിടെ നിന്ന് അയക്കുന്ന പണമുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ലക്ഷം രൂപയുടെ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ സുവിശേഷകന്മാർ ലളിത ജീവിതം നയിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പണമായിരിക്കില്ല. മക്കൾ പോയി പഠിച്ചു, അവർ ജോലിയിൽ പ്രവേശിച്ചു, അവർ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടായിരിക്കും വാഹനങ്ങൾ മേടിച്ച്. പല ആളുകളുടെയിലും വാഹനമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ മാസം ഈ EMI ഇട്ട് എടുക്കുന്ന വാഹനങ്ങളായിരിക്കും. അപ്പോൾ അതിന് ചിലപ്പം മാസങ്ങളിൽ പൈസ അടയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ 50 വർഷത്തിൽ കൂടുതൽ ഈ കാടും മേടും മലകളും കുന്നുകളും എല്ലാം താണ്ടി സുവിശേഷ വേല ചെയ്യുകയും നിരവധി സ്ഥലങ്ങളിൽ ഈ സഭകൾ സ്ഥാപിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും അതോടൊപ്പം തന്നെ നിസ്വാർത്ഥമായിട്ട് ഈ പുസ്തകങ്ങൾ എഴുതി അത് പൈസ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു.
അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ഓഡിയോ ബൈബിൾ ഇറക്കിയത് ഈ കുഞ്ഞുമോൻ സാറാണ്, അദ്ദേഹത്തിൻ്റെ വോയിസാണ്. അപ്പോൾ ഇങ്ങനെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞുമോൻ സാർ. അപ്പം ഇദ്ദേഹത്തെ ബോധപൂർവം ചില യൂട്യൂബർമാർ, ചില ചാനലുകാർ, ചില വ്യക്തികൾ ബോധപൂർവം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് ഇദ്ദേഹം ഒരു സുവിശേഷ വിരുദ്ധനാണെന്നും പണസമ്പാദനത്തിന് വേണ്ടിയാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വീഡിയോ ചെയ്യുന്നു. അത് ശരിയായ ഒരു നടപടിയല്ല. എന്ത് കണ്ടാലും അതിനെ വിമർശിക്കുക, എന്ത് കണ്ടാലും അത് വീഡിയോ ആക്കുക എന്നുള്ള ചില സ്വഭാവം ചില മനുഷ്യരിലുണ്ട്. അത് തെറ്റാണ്. അതുമാത്രമല്ല, ഇങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന അശ്ലീല കമൻറ്റുകൾ, ഓരോ വ്യക്തിയും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ്റെ പരിശ്രമം കൊണ്ടാണ്. ഇങ്ങനെ ഈ തെറിയും ചീത്തയും കമൻറ്റുകളൊക്കെ എഴുതിവിടുന്നവരുടെ ജീവിതവും അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ ജീവിത സാഹചര്യവും നിങ്ങളൊന്ന് പഠിച്ചാൽ അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരല്ല. അവർ പലപ്പോഴും പലതിലും പരാജയപ്പെട്ടവരും നിരാശരും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തത് കൊണ്ട് അസൂയാലുക്കളുമാണ്. അപ്പം മറ്റൊരാൾ നല്ലതുപോലെ ഒരു കാര്യം ചെയ്യുന്നത് കണ്ട് അസൂയപ്പെടുകയല്ല, മറിച്ച് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റ് കണ്ടാൽ തിരുത്തണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു സുവിശേഷകനെ സംബന്ധിച്ച് ഒരു പബ്ലിക്കിൽ പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ജനം അതെങ്ങനെ വളച്ചെടുക്കും എന്ന് കുഞ്ഞുമോൻ സാറും ചിന്തിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ചില യൂട്യൂബർമാരെല്ലാം വലിയ വീഡിയോയുമായി രംഗത്ത് വന്നപ്പോൾ അത് ഒരു ശരിയായ ഒരു നടപടിയല്ല. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 1 രൂപ പോലും ഇത്രയും ദിവസം ക്ലാസ്സുകൾ എടുത്തിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുമാത്രമല്ല, ഏതൊരു സുവിശേഷകനും ഈ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറിൻ്റെ വീട്ടിൽ ചെന്നാൽ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കാതെ വിടുന്ന ഒരു സമ്പ്രദായം ഇല്ല. ആര് ചെന്നാലും, ഏതൊരു സുവിശേഷകൻ ചെന്നാലും തൻ്റെ കയ്യിലുള്ള 1000 2000 രൂപ എടുത്തു കൊടുത്ത് ഒരു യാത്രാ ചെലവിനുള്ള ഒരു വണ്ടിക്കൂലി കൊടുത്തു വിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ബോധപൂർവമായി ഇത്തരത്തിലുള്ള സമൂഹത്തിൽ മാന്യതയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷകന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് വളരെ മോശമായ കാര്യമാണ്. അതേസമയം എത്രയോ ആളുകൾ വളരെ മോശമായി പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അതിനെതിരെ പലരും വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാനും വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറിനെ ഇത്രമാത്രം തേജോവധം ചെയ്യുകയും ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുന്നതും ഒരു ശരിയായ നടപടിയല്ല. അത് വളരെ മോശമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ